മീഡിയസിലേക്ക് സ്വാഗതം. എമ്പുരാൻ്റെ ഇന്നത്തെ കളക്ഷനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അത് തീക്കനൽ പോലെ ഒരു സാഗരം പോലെ തന്നെ കുതിച്ച് അല്ലെങ്കിൽ അലയടിച്ച് മുകളിലേക്ക് ഉയരുന്ന കാഴ്ച. ഇന്നും കൊടൂരമായ ബുക്കിംഗ്. അതുതന്നെയാണ് എമ്പുരാൻ. 70 കോടിയും കടന്ന് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് കുതിക്കുകയാണ് മോഹൻലാലിൻ്റെ എമ്പുരാൻ എന്ന് തന്നെ പറയാം. വെറും 7 ദിവസം കൊണ്ട് 70 കോടിയിലേക്കൊക്കെ എത്തുക എന്ന് പറഞ്ഞാൽ സ്വപ്നം മാത്രമായിരുന്നു മലയാളത്തിനെങ്കിൽ ഇതാ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ആ ഒരു ചരിത്രവും തിരുത്തി കുറിക്കുകയാണ്. 40 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത്. ഇന്ന് ഇതുവരെ വന്നിരിക്കുന്ന ട്രാക്ട് കളക്ഷൻസിൽ 38 ലക്ഷം ടിക്കറ്റുകൾ വിറ്റതായി കാണിക്കുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ അത് 40ലേക്ക് എത്തും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 75,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ആദ്യ ദിനം മുതൽ എമ്പുരാൻ തീർത്തത് ചരിത്രം തന്നെയാണ്. ഒരു പിടി ചരിത്രം വാരി എറിഞ്ഞുകൊണ്ട് അതിൻ്റെ പുറത്ത് ചരിത്രം കുറിച്ചുകൊണ്ട് എമ്പുരാൻ കുതിക്കുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും വലിയ സിനിമയാകുന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമകളുടെ പട്ടികയിലേക്ക് ഈ സിനിമ കയറുന്നു. ഇൻ്റർനാഷണൽ സിനിമകളിൽ ടോപ്പ് 4th പൊസിഷനിലേക്ക് ഇപ്പോൾ ഓടുന്ന സിനിമകളിൽ ഈ സിനിമ എത്തിയിരിക്കുന്നു. ഒറ്റ പേര് മോഹൻലാൽ. അതുതന്നെയാണ് ആദ്യ ദിനം 14.5 കോടി നേടിയ സിനിമ രണ്ടാം ദിവസം 8.5 കോടിയും, മൂന്നാം ദിവസം 9 കോടിയും, നാലാം ദിവസം 11 കോടിയും, അഞ്ചാം ദിവസം 11 കോടിയും, ആറാം ദിവസം 9 കോടിയും, ഏഴാം ദിവസം ഇതുവരെ 5 കോടിക്ക് അടുത്തുള്ള കളക്ഷനുമായി നിൽക്കുകയാണ്. ഇന്നലെ വരെ 65 കോടിക്ക് മുകളിൽ കയറിയ സിനിമ ഇന്നത്തോടുകൂടി 70 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ്. എന്താണേലും ഇന്നലത്തെ ട്രാക്ട് കളക്ഷൻസ് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ 2490 ഷോകളിൽ നിന്ന് 4,93,000 ടിക്കറ്റുകൾ വിറ്റപ്പോൾ 8 കോടി 2 ലക്ഷം രൂപയോളമാണ് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നത്. അതാണ് 9 കോടിക്ക് മുകളിലെന്ന് പറയാനുള്ള കാരണം. ഇനി ഇന്നത്തെ രാവിലത്തെ ഷോ കൗണ്ടും അതിൻ്റെ കളക്ഷനും കാര്യങ്ങളുമെല്ലാം മാത്രമായി വരുമ്പോൾ ഇതുവരെ ട്രാക്ഡ് ആയിട്ട് വന്നിരിക്കുന്ന പ്രീസെയിലൂടെ വന്നിരിക്കുന്നത് 2,169 ഷോകളും അതിനകത്തിൽ 1,81,000 ടിക്കറ്റുകൾ വിറ്റുപോയതായും 3,17,75,000 രൂപ അതിന് ലഭിച്ചതായും കാണിക്കുന്നു. അതായത് 4 കോടിയും കടന്ന് സിനിമ മുന്നോട്ട് കുതിക്കുകയാണ്. ഇതിലുള്ള ഒരു കൊലത്തൂക്ക് മലയാള ഫിലിം ഇൻഡസ്ട്രി ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. സർവ്വ സ്ഥലങ്ങളിലും ഈ സിനിമ റെക്കോർഡുകൾ കുറിച്ചുകൊണ്ട് കുതിച്ചു പായുക തന്നെയാണ്. പല തിയേറ്റർ ഉടമകളും പറയുന്നു തൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ സിനിമാ ജീവിതത്തിൽ തൻ്റെ സിനിമ കാണുന്ന കാലങ്ങൾ മുതൽ ഇത്രത്തോളം തിരക്ക് വന്ന തൻ്റെ തിയേറ്ററുകളിൽ തിരക്ക് വന്ന സിനിമകളില്ല എന്നുള്ളത്. കഴിഞ്ഞ 40 വർഷമായി സിനിമ നടത്തുന്ന ലിബർട്ടി ബഷീർ പറഞ്ഞിരിക്കുന്നു തൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ 7 തിയേറ്ററുകളിലും എല്ലാ ഷോകളും ഒരാഴ്ച കൂടി ഹൗസ്ഫുള്ളായി നീണ്ടു നിൽക്കുന്നു എന്നുള്ള കാര്യം. അതെ, അതുതന്നെയാണ് എമ്പുരാൻ. 300 കോടി ക്ലബിലേക്ക് എത്തുകയാണ്. ഇതിനോടകം തന്നെ 200 കോടി കടന്ന സിനിമ 220 കോടിയും കടന്ന് മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം.